നമസ്കാരം, ഞാൻ അനശ്വര. ടി.കെ.ഡി വായനശാലയിൽ കുട്ടികൾക്കായി നടത്തുന്ന പുസ്തക പൂമഴയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ദ ഡയറി ഓഫ് എ യങ് ഗേൾ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഡയറികളിൽ ഒന്നാണിത്. 13കാരിയായ ആൻ ഫ്രാങ്ക് എഴുതിയ ഈ ഡയറി ഒരു പുസ്തകം മാത്രമല്ല, പ്രതീക്ഷയുടെയും ധൈര്യത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷ്യമാണ്. ആൻ ഫ്രാങ്ക് 1929 ജൂൺ 12 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ ജനിച്ചു. പിന്നീട് നാസി ഭരണകൂടത്തിൻ്റെ യഹൂദവിരുദ്ധ പീഡനങ്ങൾ കാരണം കുടുംബം നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്ക് താമസം മാറി. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അവിടെയും യഹൂദർക്കെതിരായ അതിക്രമണങ്ങൾ ശക്തമായി. ജീവൻ രക്ഷിക്കാനായി ആൻ ഫ്രാങ്കും കുടുംബവും ഒരു കെട്ടിടത്തിൻ്റെ പിൻഭാഗത്തുള്ള രഹസ്യമുറിയിൽ ഏകദേശം 2 വർഷത്തോളം ഒളിവിൽ കഴിയേണ്ടി വന്നു. 13ാം ജന്മദിനത്തിൽ സമ്മാനമായി ലഭിച്ച ഒരു ഡയറിയെ ആൻ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി കണ്ടു. അവൾ അതിന് കിറ്റി എന്നും പേരിട്ടു. ഓരോ ദിവസവും തൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഭയങ്ങളും സ്വപ്നങ്ങളും കുടുംബത്തിലെ സംഭവങ്ങളും അവൾ ആ ഡയറിയിൽ എഴുതി. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു കഥ വായിക്കുന്നത് പോലെയല്ല, ആൻ്റെ ജീവിതം നേരിട്ട് കാണുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. ഒളിവിടം കണ്ടെത്തിപ്പെട്ടതിനെ തുടർന്ന് ആൻ ഫ്രാങ്കിനെയും കുടുംബത്തിനെയും അറസ്റ്റ് ചെയ്തു. പിന്നീട് വിവിധ തടങ്കൽപ്പാളികളിലേക്ക് അയച്ചു. വെറും 15ാമത്തെ വയസ്സിൽ ആൻ മരണപ്പെട്ടു. എന്നാൽ അവളുടെ പിതാവായ ഓട്ടോ ഫ്രാങ്ക് മാത്രമാണ് ജീവനോടെ തിരിച്ചെത്തിയത്. പിന്നീട് ആൻ്റെ ഡയറി അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിപ്പിച്ചത് ആൻ ഫ്രാങ്കിൻ്റെ ആത്മവിശ്വാസമാണ് പ്രതീക്ഷയും. യുദ്ധവും ഭയവും നിറഞ്ഞ സാഹചര്യത്തിലായിരുന്നിട്ടും അവൾ ഒരിക്കലും തൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. ദ ഡയറി ഓഫ് എ യങ് ഗേൾ ഓരോ വിദ്യാർത്ഥിയും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ടതാണ്. ചിത്രം അറിയാനും സമാധാനത്തിൻ്റെ വില മനസ്സിലാക്കാനും ചരിത്രം അറിയാനും സമാധാനത്തിൻ്റെ വില മനസ്സിലാക്കാനും ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാൻ പഠിക്കാനും ഈ പുസ്തകം നമ്മെ സഹായിക്കുന്നു. നന്ദി, നമസ്കാരം.